ഒരു ഡ്രോയിങ് നമ്മൾ വരയ്ക്കുമ്പോൾ ആ വരയ്ക്കുന്ന ഡ്രോയിങ് സിവിൽ ഡ്രോയിങ്ങോ അല്ല മെക്കാനിക്കൽ ഡ്രോയിങ്ങോ ഏത് തരം ഡ്രോയിങ് ആണെങ്കിലും നമ്മൾക്ക് അത് ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു ലെയർ എന്നൊരു കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് ആ ഡ്രോയിങ്ങിനെ കുറച്ചും കൂടി ചിട്ടയായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാം. അത് എങ്ങനെ എന്ന് നോക്കാം. ലെയർ എന്നൊരു കമാൻഡ് ഉണ്ട്. ലെയർ എന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഷീറ്റിനെ, നമ്മുടെ ഡ്രോയിങ് ഷീറ്റിനെ ഒരു ലെയർ പോലെ, എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്പാരന്റ് ഷീറ്റ് പോലെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ അങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഓരോ ലെയറിലും നമുക്ക് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ആ ലെയർ നമുക്ക് ടേൺ ഓഫ് ചെയ്യോ ടേൺ ഓൺ ചെയ്യോ എല്ലാം ചെയ്യാം. അങ്ങനെ ഉള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ആവശ്യകത നമുക്ക് ഡ്രോയിങ് കുറച്ചും കൂടി സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ് ലെയേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഫോർമാറ്റ് എന്ന മെനുവിൽ നിന്നും ലെയർ എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഇവിടെ കമാൻഡ് ലൈനിൽ ലെയർ എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്യുക. നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം ലെയർ പ്രോപ്പർട്ടീസ് മാനേജർ എന്ന് പറഞ്ഞ ഒരു ബോക്സ് ആണ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പുതിയ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ടാബ് ഉണ്ട്, ന്യൂ ലെയർ എന്ന ടാബ്. സാധാരണയായി ഒരു ഡിഫോൾട്ട് ലെയർ എല്ലാ ഷീറ്റിനും ഉണ്ടാവും. ആ ഡിഫോൾട്ട് ലെയർ ആണ് 0 ലെയർ എന്ന് പറയുന്നത്. ആ ലെയറിലായിരിക്കും നമ്മൾ ആ ഷീറ്റ് തുറന്നതിന് ശേഷം ലെയർ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്. ഇവിടെ പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ന്യൂ ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലെയർ 1 എന്ന പേരിൽ ഒരു ലെയർ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ഞാൻ ഇവിടെ പേര് കൊടുത്തു, വാൾ എന്ന് പേര് കൊടുത്തു. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്തു. ഇവിടെ ഒരു ലെയറും കൂടി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വിൻഡോ എന്ന് പേര് കൊടുത്തതിന് ശേഷം എന്റർ കീ പ്രസ് ചെയ്തു. ഒരെണ്ണം കൂടി വേണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുന്നു. അതിന് ഡോർ എന്ന നെയിം സെലക്ട് ചെയ്ത് കൊടുത്തു. എന്റർ കീ പ്രസ് ചെയ്തു. ഇവിടെ ഞാൻ 3 പുതിയ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് എത്ര ലെയേഴ്സ് വേണമെങ്കിലും ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ലെയർ 1 എന്ന ഒരു ലെയറും കൂടി പ്രിപ്പയർ ചെയ്തു. ഇത് എനിക്ക് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകും. ഇപ്പോൾ ആ ലെയർ ഇവിടെ ഇൻഡു കാണിക്കുന്നുണ്ട്, ഡിലീറ്റ് ആയി. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ആ ഒരു ലെയർ ഡിലീറ്റ് ആയി പോയി. ഇതുപോലെ 3 ലെയേഴ്സ് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 3 ലെയേഴ്സ് എന്നുള്ളത് നമ്മൾക്ക് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ 3 ലെയറിലും നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇതിനായി ആദ്യം ലെയറിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ത്രൂ ലെയർ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ 3 പ്രോപ്പർട്ടീസ്, ഒന്ന് കളർ, അതിനുശേഷം ലൈൻ ടൈപ്പ്, അതിനുശേഷം ലൈൻ വെയിറ്റ്. ഈ 3 എണ്ണം നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഫസ്റ്റ് വൺ എന്നുള്ളത് ഇവിടെ ഡോർ എന്ന ലെയറിന്റെ കളർ എന്ന് പറയുന്ന ഈ ടാബിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടുന്ന് സെലക്ട് കളർ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് കാണാം. അത് ഏതെങ്കിലും ഒരു കളർ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ലെയർ ഇവിടെ ഈ കളറിലായിരിക്കും വരിക. എന്ന് വെച്ചാൽ ആ ലെയറിൽ വരയ്ക്കുന്ന ഒബ്ജക്റ്റുകളെല്ലാം ഈ ഒരു കളറിലായിരിക്കും നമുക്ക് കാണപ്പെടുക. അതുപോലെ തന്നെ എനിക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ എല്ലാത്തിനും ഓരോ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഓരോ കളർ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓക്കെ കീ പ്രസ് ചെയ്യുക. ഇവിടെ ലൈൻ ടൈപ്പ് എന്താണ് എന്ന് നോക്കാം. ലൈൻ ടൈപ്പ് എല്ലാം വന്നിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻ ടൈപ്സ് ആണ്. പുതിയൊരു ലൈൻ ടൈപ്പ് ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈൻ ടൈപ്പ് ലോഡ് ചെയ്യാനുള്ള സെലക്ട് ലൈൻ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ടാബാണ് വരിക. ഈ ടാബിൽ നിന്നും എനിക്ക് ലോഡ് ചെയ്യാനാണെങ്കിൽ ലോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും പല ടൈപ്പിലുള്ള ലൈൻ ടൈപ്സ് കാണാൻ പറ്റും. എനിക്കിപ്പോൾ സെൻട്രൽ ലൈനാണ് ലോഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ സെൻട്രൽ ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സെൻട്രൽ ലൈൻ ഇവിടെ വന്നു. ഇവിടെ ഒന്നും കൂടി ആ സെൻട്രൽ ലൈൻ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ സെൻട്രൽ ലൈൻ ഇവിടെ ലൈൻ ടൈപ്പ് ആയിട്ട് വന്നു. ആ ലെയറിൽ വരയ്ക്കുന്ന എല്ലാ ലൈൻസും ഈ ഒരു സെൻട്രൽ ലൈൻ വെച്ചിട്ടായിരിക്കും വരിക. അതിനുശേഷം ലൈൻ വെയിറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്ര വെയിറ്റ് ഉള്ള ലൈൻ ആണ് കൊടുക്കേണ്ടത്. ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നുണ്ടാവുക. ഞാനൊരു 0.50 എന്ന ഒരു ഇത് കൊടുത്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലായിരിക്കും വരിക. ഇതിനുശേഷം എനിക്ക് എല്ലാത്തിനും വേണമെങ്കിൽ ഇങ്ങനെ ചേഞ്ചസ് വരുത്താം. ഞാനിപ്പോൾ ഒരെണ്ണത്തിന് മാത്രമേ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളൂ. എത്ര ലെയേഴ്സ് വേണമെങ്കിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം.
അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ എന്ന് കൊടുത്തു, ഓക്കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും രീതിയിലുള്ള ലെയേഴ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ലെയർ എന്ന് പറയുന്ന ടൂൾ ബാർ ഇവിടെ ഉണ്ട്, ആ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത്രയും ലെയേഴ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ലെയറിൽ ഞാൻ ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യണം, ഒരു സർക്കിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു, ഒരു സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡോർ എന്നത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു, ഇവിടെ ഡോർ എന്നായി. ഇവിടെ ഞാൻ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അത് ഈ രീതിയിലായിരിക്കും വരിക. അതിന് കാരണം നമ്മൾ ഈ ഇതിൽ കൊടുത്തേക്കുന്ന ലെയർ, കൊടുത്തേക്കുന്ന കളർ ഈ ഒരു യെല്ലോയിഷ് കളറാണ്. അതുപോലെ തന്നെ അതിന് ലോഡ് ചെയ്തിരിക്കുന്ന ലൈൻ ടൈപ്പ് ഒരു സെൻട്രൽ ലൈൻ ടൈപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് ഇവിടെ കാണാവുന്നതാണ്. ഇതിനുശേഷം നമ്മൾ ഒരു ലൈൻ ടൈപ്പ് കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്തു, അതും ഈ ലെയറിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലെയർ മാറ്റിയിടാൻ നമുക്കിപ്പോൾ അറിയാം. പക്ഷെ നമ്മൾ കൊടുത്ത ലൈൻ വെയിറ്റ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. അതിന് കാരണം ലൈൻ വെയിറ്റ് എപ്പോഴും ഹൈഡ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഒരു ടാബ് ഉള്ളത്, ഷോ ഹൈഡ് ലൈൻ വെയിറ്റ് എന്നൊരു ടാബ്. അത് എപ്പോഴും ഹൈഡ് എന്ന ഓപ്ഷനിലായിരിക്കും കിടക്കുന്നുണ്ടാവുക ഡിഫോൾട്ട് ആയിട്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈൻ വെയിറ്റ് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ കൊടുത്ത ലൈൻ വെയിറ്റ്. 0.50 ലൈൻ വെയിറ്റ് ഉള്ള ലൈൻസ് ആണ് ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ എനിക്ക് ഇനി അടുത്ത ലെയറിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത ലെയർ ഇട്ടു. അതിനുശേഷം ലൈൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ലൈൻ ആ ലെയറിൽ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ അടുത്ത ലെയർ വിൻഡോ എന്ന ലെയറിലേക്ക് ഇട്ടു, അവിടെയും ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ്. എല്ലാ ലെയറിലും 4 ലെയർ ഉണ്ട്, ആ 4 ലെയറിലും ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്ട്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്നും എനിക്ക് കറന്റ് ലെയർ ആക്കി ഇടാം. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെയറിന്റെ ആ ടൂൾ ബോക്സ് കിട്ടും. അത് വോൾ എന്നതാണ് കറന്റ് ലെയർ ആക്കേണ്ടത് എന്നുണ്ടെങ്കിൽ വോൾ എന്നത് സെലക്ട് ചെയ്ത് സെറ്റ് കറന്റ് എന്ന ഓപ്ഷൻ ഇവിടെ മൂന്നാമത്തെ ടാബ് ക്ലിക്ക് ചെയ്താൽ മതി. ആ ഒരു ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ടാവും, വോൾ എന്നതായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. ഇതുപോലെ നമ്മൾ ലെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യകത എന്നുള്ളത്, ഇപ്പോൾ ഒരു സിവിൽ കോൺട്രാക്ടർ ആണ് നമ്മൾ എങ്കിൽ നമ്മുടെ ഡ്രോയിങ്സ് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പല ആൾക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് ഇപ്പോൾ ഇലക്ട്രിക്കൽ കാര്യങ്ങളാണെങ്കിൽ അത് ഇലക്ട്രിക്കൽ പേഴ്സണ് നമുക്ക് സപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ പ്ലംബിംഗ് വർക്ക് ആണെങ്കിൽ പ്ലംബിംഗ് ഡ്രോയിങ്സ് എല്ലാം നമുക്ക് ഓരോരുത്തർക്കായിട്ട് സപ്ലൈ ചെയ്യണം. അങ്ങനെ ആ പർട്ടിക്കുലർ വ്യക്തിക്ക് കൊടുക്കുന്ന അയാളുടെ ജോബിന്റെ കാര്യങ്ങൾ മാത്രം, എന്ന് വെച്ചാൽ അയാളുടെ ജോബിന്റെ ഡ്രോയിങ്സ് മാത്രം അദ്ദേഹത്തിന് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്ലംബിംഗ് വർക്കിന് വേണ്ടി നമ്മൾ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നു, അതിൽ തന്നെ ഇലക്ട്രിക്കൽ വർക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. ലെയറിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ഏത് ലെയർ വേണമെങ്കിൽ ഹൈഡ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. ആ ഓപ്ഷൻ എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൺ ഓഫ് എന്ന ഓപ്ഷനാണ്. ഇപ്പോൾ ഞാൻ ഡോർ എന്ന് പറയുന്നത് ഓഫ് ചെയ്യാൻ പോവാണ്. ഈ ബൾബ് അതിന്റെ ഒരു ഓൺ സിഗ്നലാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫായി. ഓഫ് ആയതിനു ശേഷം ഓക്കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ലെയറിൽ ഉണ്ടായിരുന്ന എല്ലാ ഒബ്ജക്റ്റുകളും ഇവിടെ ഇപ്പോൾ വിസിബിൾ അല്ല. ഒന്നും കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു, ഓൺ ആയി. ഓക്കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ച് കാണാൻ പറ്റും, തിരിച്ച് വന്നു. അപ്പോൾ ഇങ്ങനെ ഹൈഡ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് വിസിബിലിറ്റിയെ മാത്രമാണ് നമ്മൾ ഓഫ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഞാൻ ഡോർ എന്നത് ഓഫ് ചെയ്തു, ഓക്കെ എന്ന് കൊടുത്തു. അപ്പോൾ ആ ഡോറിൽ ക്രിയേറ്റ് ചെയ്തിരുന്ന ആ സർക്കിൾ ഇവിടെ കാണാതായി. ഇനി ഇവിടെ നിന്നും അത് സെറ്റ് കറന്റ് ആയിട്ട് ഇട്ടു. അപ്പോൾ ഇവിടെ എഴുതി കാട്ടി ദ കറന്റ് ലെയർ ഈസ് ടേൺഡ് ഓഫ്, ഓക്കെ എന്ന് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലൈൻസ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ടാവും, പക്ഷെ നമുക്ക് വിസിബിൾ അല്ല ഇപ്പോൾ, കാരണം ആ ലെയർ ഓഫ് ആയിരുന്നുകൊണ്ട് വിസിബിൾ അല്ല. ഞാൻ ഇവിടുന്ന് ഒന്നും കൂടി ലെയർ എടുത്തിട്ട് ഇത് ഓൺ ചെയ്തിടുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും അത് വിസിബിൾ ആണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ലെയേഴ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ലെയറിൽ ആ വരച്ച ലൈൻസ് എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ ഫ്രീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വോൾ എന്ന് പറയുന്ന ഒരു ലെയറിനെ ഞാൻ ഫ്രീസ് ചെയ്യാൻ പോവുകയാണ്. ഫ്രീസ് എന്ന് ചെയ്തു കഴിഞ്ഞാൽ അതൊരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീസ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ ഇൻവിസിബിൾ ആയി കണ്ട ആ ഓൺ ഓഫ് പോലെ തന്നെ ഇൻവിസിബിൾ ആയിരിക്കും ഒബ്ജക്റ്റ് ഇൻവിസിബിൾ ആയിരിക്കുന്നു മാത്രമല്ല, ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ലെയറിനെ നമുക്ക് കറന്റ് ലെയർ ആക്കി ഇടാനേ പറ്റുകയില്ല. കാരണം നമ്മുടെ ഷീറ്റ് സെറ്റിൽ നിന്നും താൽക്കാലികമായിട്ട് ആ ലെയറെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും കൂടി
നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ അത് തോ ചെയ്യണം. തോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസിന്റെ നേരെ ഓപ്പോസിറ്റ്. തോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി അത് കാണാൻ പറ്റും. ഈ ഒരു ലൈനാണ് ഞാൻ ആ ലെയറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഞാൻ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആദ്യത്തെ ഈ ഒരു ഇൻവിസിബിലിറ്റി മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. ഓൺലി വിസിബിലിറ്റി മാത്രമേ അത് കൺട്രോൾ ചെയ്യുന്നുള്ളൂ. ഫ്രീസിന്റെ കേസിൽ അങ്ങനെയല്ല. സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി നമ്മൾ ഫ്രീസ് ചെയ്തിടുകയാണ്. ഫ്രീസ് ചെയ്ത ലെയർ നമുക്ക് ഒരിക്കലും കറന്റ് ലെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു ഓഫ് ചെയ്തിട്ട് ലെയർ നമുക്ക് കറന്റ് ലെയർ ആയിട്ട് ഉപയോഗിക്കാം. ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ലോക്ക് എന്ന ഓപ്ഷനാണ്. ഈ ലോക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. വോൾ എന്ന് ഞാൻ ലോക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ഇറേസ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ ഒരു ഒബ്ജക്റ്റിനെ മോഡിഫൈ ചെയ്യാൻ ഒന്നും കഴിയില്ല. ആ ലെയറിൽ വരച്ചേക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകളെയും മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെയും ആ ഒരു ലെയർ നമുക്ക് കറന്റ് ലെയർ ആക്കി ഇവിടെ ഇടാം. അതുപോലെ തന്നെ ആ ഒരു ലെയറിൽ ക്രിയേഷൻ എനിക്ക് ചെയ്യാം. ഈ ക്രിയേറ്റ് ചെയ്ത ലൈൻസ് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളേ ഉള്ളൂ, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളേ ഉള്ളൂ. വേറെ എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നമ്മൾ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്ന് വേണമെങ്കിൽ ഹൈഡ് ചെയ്തിടാം. അതുപോലെ തന്നെ അത് ഓൺലി വിസിബിലിറ്റിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഓൺ ഓഫ് യൂസ് ചെയ്യാം, ഫ്രീസ് യൂസ് ചെയ്യാം, ലോക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് നമുക്ക് കളർ കൊടുക്കാം. അതുപോലെ തന്നെ ലൈൻ ടൈപ്പ് നമുക്ക് ചേഞ്ച് ചെയ്തിടാം, ലൈൻ വെയിറ്റ് മാറ്റിയിടാം. ഇനി ആ ഒരു ലെയറിനെ നമുക്ക് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് കാണണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡു ഇട്ടാൽ മതി. അവിടെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ആ ലെയർ ആ ഒരു സെറ്റിൽ നിന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞു. നമുക്ക് നമ്മുടെ വർക്കിംഗ് കുറച്ചും കൂടി ഈസി ആക്കാനാണ്. നമുക്കൊരു ലെയർ ഹൈഡ് ചെയ്തിടണേ ഹൈഡ് ചെയ്തിടാം. അതല്ല ഒരേ രീതിയിലുള്ള കുറെ ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ലെയറിൽ ചെയ്യാം. നമ്മുടെ ഡ്രോയിങ്ങിൽ നമുക്ക് എന്തെങ്കിലും എഴുതണം. ടെക്സ്റ്റ് ഉപയോഗിച്ച്, ടെക്സ്റ്റ് എന്ന കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് എഴുതാവുന്നതാണ്. അത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഡ്രോ എന്ന കമാൻഡിൽ ടെക്സ്റ്റ്, രണ്ട് തരത്തിൽ ടെക്സ്റ്റ് ഉണ്ട്. ഒരെണ്ണം മൾട്ടി ലൈനും അതുപോലെ തന്നെ സിംഗിൾ ലൈനും. ആദ്യം സിംഗിൾ ലൈൻ എന്താണെന്ന് നോക്കാം. സിംഗിൾ ലൈൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പറയുന്നത് സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ് ഓഫ് ടെക്സ്റ്റ് എന്നാണ്. ഏത് പോയിന്റിൽ നിന്നാണോ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്പെസിഫൈ ഹൈറ്റ്, എത്ര ഹൈറ്റിലാണോ വേണ്ടത് ആ ഹൈറ്റ് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇനി റൊട്ടേഷൻ ആംഗിൾ 0 ആംഗിളിലാണ് വേണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുക. അതല്ല ആംഗിൾ വേണമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 0 ആംഗിൾ എന്ന് തന്നെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ എനിക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാണ് ഓട്ടോ ക്യാഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓട്ടോ ക്യാഡ് ഇങ്ങനെയാണ് വരിക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നെക്സ്റ്റ് ലൈനിലേക്ക് താഴോട്ട് വരും. അവിടെ ഞാൻ 2006 എന്ന് ടൈപ്പ് ചെയ്തു. ഇനി എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടുത്ത ലൈനിലോട്ട് വരും. ഇവിടെ നേരെ താഴോട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു എൻ്റർ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സിറ്റ് ആവും. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഓട്ടോ ക്യാഡ് 2006 എന്നാണ്. ഇതുപോലെ നമുക്ക് ക്യാഡിൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു മെത്തേഡ്, ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഈ എഴുതിയത് ഡിലീറ്റ് ചെയ്തു. ഇവിടെ സിംഗിൾ ലൈനായിട്ട് വരാൻ കാരണം ഞാൻ ഒന്നും കൂടി അൺഡു ചെയ്യാണ്. സിംഗിൾ ലൈനായിട്ട് വരാൻ കാരണം നമ്മൾ സിംഗിൾ ലൈൻ ടെക്സ്റ്റ് കൊണ്ട് എഴുതുന്നത്. ഇത് ഒരു സിംഗിൾ ലൈനാണ്, ഇത് വേറൊരു സിംഗിൾ ലൈനാണ്. ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ ലൈൻ ടെക്സ്റ്റിൽ ടെക്സ്റ്റ് എഴുതുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടുന്നത്. ഡിലീറ്റ് കീ പ്രസ് ചെയ്തു. അതിനുശേഷം എനിക്കൊരു പുതിയ ടെക്സ്റ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഇപ്പോൾ വന്ന് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ നിന്നാണ് നമുക്ക് പുതിയതായിട്ട് ഒരു ടെക്സ്റ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫോർമാറ്റ് എന്ന മെനുവിൽ നിന്നും ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന ഓപ്ഷനിലേക്ക് ചെന്നു. ടെക്സ്റ്റ് സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടെക്സ്റ്റ് സ്റ്റൈൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാവുന്നതാണ്. ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് സ്റ്റൈൽ നെയിം വെച്ചിട്ടാണ് വേണ്ടതെന്ന് നോക്കും. ഞാൻ സ്റ്റൈൽ നെയിം 1 എന്നവിടെ ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എനിക്ക് രണ്ട് സ്റ്റൈൽസ് ഇപ്പോൾ കാണാവുന്നതാണ്. സ്റ്റാൻഡേർഡ് സ്റ്റൈൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഉള്ള സ്റ്റൈൽ, അതുപോലെ സ്റ്റൈൽ 1 ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അതിന്റെ ഫോണ്ട് എനിക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഏത് രീതിയിൽ വേണമെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. അത് റെഗുലർ ആണോ ബോൾഡ് ആണോ ഏതാണോ വേണ്ടത് വെച്ചാൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിവിടെ ഹൈറ്റ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കമാൻഡ് ലൈനിൽ നമ്മൾ ആ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് കമാൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ഹൈറ്റ് ഓഫ് ദ ടെക്സ്റ്റ് എന്നത് ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ
00 ആയിട്ട് ഇട്ടാൽ മാത്രമേ അങ്ങനെ ഒരു പ്രോംപ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കമാൻഡ് ലൈനിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമുക്ക് വ്യത്യാസപ്പെടുത്തണം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ 00 ഇടുക. അതല്ല വ്യത്യാസപ്പെടുത്തേണ്ട, സെയിം ഹൈറ്റ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹൈറ്റ് നമുക്ക് ഈ എൻറ്റയർ സ്റ്റൈലിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ എഫക്ട്സ് ആയിട്ട് അപ്സൈഡ് ഡൗൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം, അതുപോലെ ബാക്ക്വേർഡ്സ് വേണം കൊടുക്കാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്വേർഡ്സ് ആയിട്ട് അപ്സൈഡ് ഡൗൺ ആയിട്ടായിരിക്കും വരിക. വിഡ്ത് ഫാക്ടർ എന്നുള്ളത് നമ്മുടെ വിഡ്ത്ത് ലെറ്ററിന്റെ വിഡ്ത് ഫാക്ടർ ആണ്. ഞാൻ 2 എന്നായി കഴിഞ്ഞാൽ ഇവിടെ പ്രിവ്യൂവിൽ ശ്രദ്ധിക്കുക, വിഡ്ത്ത് ചേഞ്ച് ചെയ്തു. 1 എന്നാകുമ്പോൾ ഇതുപോലെയാണ് വിഡ്ത്ത് വരിക. അതുപോലെ ഒബ്ലിക് ആംഗിൾ എന്നുള്ളത് ഞാനിപ്പോൾ 45 എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ 45 ആംഗിളിലേക്ക് അത് ചെരിഞ്ഞു പോയി. ഞാനിവിടെ 10 ആംഗിളിലേക്ക് കൊടുത്തു, 10 ആംഗിൾ ചെരിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ അപ്ലൈ എന്ന് കൊടുക്കാം. ഇവിടെ തന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റീനെയിം ചെയ്യാം സ്റ്റൈലിന്. തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. അപ്ലൈ ചെയ്തു, അതിനുശേഷം ക്ലോസ് ചെയ്തു. ഇനി ഞാൻ സിംഗിൾ ലൈൻ ടെക്സ്റ്റ് എടുത്തു. സിംഗിൾ ലൈൻ ടെക്സ്റ്റിന്റെ ഷോർട്ട് DT എന്നാണ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. DT എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് പോയിന്റ്, അതുപോലെ തന്നെ ഹൈറ്റ്, അതുപോലെ തന്നെ ആംഗിൾ ഇത്രയും കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഓട്ടോ ക്യാപ് സെയിം രീതിയിൽ എഴുതുമ്പോൾ ഇങ്ങനെ എനിക്ക് വരുന്നത്. അതിന് കാരണം നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ കൊടുത്ത പുതിയ സ്റ്റൈലിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് എത്ര സ്റ്റൈൽസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി ആ പഴയ സ്റ്റൈലിലേക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് സ്റ്റൈൽ എടുക്കുക. ഇവിടെ നിന്നും എനിക്ക് ചേഞ്ച് ചെയ്യാം, സ്റ്റാൻഡേർഡ് സ്റ്റൈലിലേക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ DT എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിന് യെസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റൈൽ നെയിം ചോദിക്കും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് സ്റ്റൈൽ നെയിം ആണ്. എനിക്ക് ഏതാണോ സ്റ്റൈൽ നെയിം, എൻ്റർ സ്റ്റൈൽ നെയിം, സ്റ്റൈൽ 1 ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ സ്റ്റൈൽ 1 എന്ന് കൊടുത്ത് എൻ്റെ പ്രസ് ചെയ്യുക. ഇപ്പോൾ സ്റ്റൈൽ 1 ആയിട്ടുണ്ടാവും. ഹൈറ്റ്, റൊട്ടേഷൻ ഇനി എനിക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ആ രീതിയിലേക്ക് വരിക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ടെക്സ്റ്റ് സ്റ്റൈൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആ ടെക്സ്റ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആ ടെക്സ്റ്റ് സ്റ്റൈലിൽ നമുക്ക് ഒബ്ജക്ട്സ് സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് സ്ക്രീനിലേക്ക് ഒബ്ജക്ട്സിനെ കൊണ്ടുവരാവുന്നതാണ്. ലൈൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. എനിക്ക് ഈ ലൈനിൽ നിന്നുകൊണ്ട് മാത്രം, എന്ന് വെച്ചാൽ ഈ ലൈനിന്റെ ഫസ്റ്റ് പോയിന്റും എൻഡ് പോയിന്റിലും മാത്രം അതിനുള്ളിൽ ഒതുങ്ങിക്കൊണ്ട് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് ടെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം ജസ്റ്റിഫൈ എന്ന ഓപ്ഷനിലേക്ക് കടക്കാം. ജെ എന്ന് ടൈപ്പ് ചെയ്യുക. ജസ്റ്റിഫൈ എന്ന ഓപ്ഷനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് അലൈൻ എന്ന ഓപ്ഷനാണ്. അതിനെ എ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്തു. ഫസ്റ്റ് എൻഡ് പോയിന്റ് ഓഫ് ദ ടെക്സ്റ്റ് ബേസ് ലൈൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. അത് ഈ ഒരു പോയിന്റ് ആയിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ബേസ് ലൈൻ ഈ ഒരു പോയിന്റ് ആയിട്ട് ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ എങ്ങനെ എഴുതിയാലും, ഇപ്പോൾ ഓട്ടോ ക്യാപ് എന്ന് എഴുതുകയാണ് എങ്കിൽ ഇതിനുള്ളിൽ അലൈൻഡ് ആയിട്ട് എനിക്ക് കിട്ടും. എത്ര വലുത് ആയിട്ട് എഴുതിയാലും അതിനുള്ളിലായിട്ട് അലൈൻഡ് ആയിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ജസ്റ്റിഫൈ എന്ന ഓപ്ഷനിലെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ലൈൻ കൂടി ക്രിയേറ്റ് ചെയ്തു. DT എന്നതിൽ ജസ്റ്റിഫൈ എന്ന ഓപ്ഷൻ എ എന്ന് ടൈപ്പ് ചെയ്തു. ഫിറ്റ് ഓപ്ഷൻ എന്നുള്ളത് എഫ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോയി ഫിറ്റ്. അതിനും ഫസ്റ്റ് എൻഡ് പോയിന്റ്, സെക്കൻഡ് എൻഡ് പോയിന്റ് ഓഫ് ദ ബേസ് ലൈൻ കാണിച്ചു കൊടുത്തു. ഇവിടെ ഹൈറ്റ് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഞാനൊരു ഹൈറ്റ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ആ ഹൈറ്റ് എപ്പോഴും റിമെയിൻ ചെയ്യും. എന്ന് വെച്ചാൽ ഹൈറ്റ് എന്ന കേസ് എപ്പോഴും ഉണ്ടാവും. മറ്റതിലാണെങ്കിൽ ഹൈറ്റും വിഡ്ത്തും എല്ലാം ആ 2 പോയിന്റ്സിനനുസരിച്ചോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ലെറ്ററിന്റെ എണ്ണത്തിനനുസരിച്ചോ ചുരുങ്ങുന്നതാണ്. ഇവിടെ ഹൈറ്റിന് ഒരു വ്യത്യാസവും ഇല്ല. ഇതുപോലെ തന്നെ അടുത്ത ഒരു കേസിൽ DT അത് ജസ്റ്റിഫൈ എന്ന ഓപ്ഷനിൽ സെന്റർ എന്ന് കൊടുക്കുകയാണ്, C എന്ന് കൊടുക്കുകയാണ്. ഞാനൊരു പോയിന്റ് കൊടുക്കുകയാണ്, അത് ഇവിടുത്തെ മിഡ് പോയിന്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഇവിടെ എൻഡ് പോയിന്റ് അതുപോലെ മിഡ് പോയിന്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സെന്റർ പോയിന്റ് ആയിട്ട് ഈ ലൈനിന്റെ മിഡ് പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അതിനുശേഷം ഹൈറ്റും സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്, റൊട്ടേഷൻ ആംഗിളും ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ എഴുതുന്ന ഒബ്ജക്റ്റ് ഇപ്പോൾ 3 വേർഡാണ് ഞാൻ എഴുതിയത്, 3 ലെറ്റേഴ്സ് ആണ് ഞാൻ എഴുതിയത്, CAD എന്ന്. അത് ആ സെന്റർ പോയിന്റിലേക്ക് വന്നിരിക്കും. എന്ന് വെച്ചാൽ ഈ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ മിഡിൽ പോയിന്റിലായിരിക്കും ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. സെന്റർ പോയിന്റ് ആയിരിക്കും നമ്മൾ എഴുതുന്ന ലെറ്ററിന്റെ ആ നമ്മൾ കൊടുത്ത പോയിന്റ് സെന്റർ പോയിന്റ് ആയിരിക്കും. ഇതുപോലെ തന്നെ അവിടെ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് മിഡിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു പോയിന്റ് കൊടുക്കുന്നു. ആ പോയിന്റ് കറക്റ്റ് ആയിട്ട് അതിന്റെ മിഡിലായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം
ജസ്റ്റിഫൈ എന്ന ഓപ്ഷനിൽ പോയിട്ട് മിഡിൽ എന്നുള്ളതിന് വേണ്ടി എം എന്ന് ടൈപ്പ് ചെയ്ത് മിഡിൽ പോയിന്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഹൈറ്റും റൊട്ടേഷൻ ആംഗിളും എല്ലാം എൻ്റർ ചെയ്തതിനു ശേഷം കാഡ് എന്ന് കൊടുക്കുകയാണ്. അത് മിഡിൽ പോയിന്റിലായിരിക്കും, എന്ന് വെച്ചാൽ ലെറ്ററിന്റെ മിഡിലായിരിക്കും. ഇത് ബേസ് ലൈനിന്റെ സെന്റർ പോയിന്റ് ആയിരുന്നു. ഇതുപോലെ തന്നെ ആ ബാക്കി എല്ലാ ഓപ്ഷൻസും സെയിം ഓപ്ഷൻസ് ആണ്. മിഡിൽ പോയിന്റ് പോലെ തന്നെ റൈറ്റ് പോയിന്റ് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന പോയിന്റ് റൈറ്റ് പോയിന്റ് ആയിട്ട് എടുക്കും. അതുപോലെ തന്നെ ടോപ്പ് ലെഫ്റ്റ് പോയിന്റ് ആണ് TL എന്ന് കൊടുത്തേക്കുന്നത്. ടോപ്പ് കോർണർ പോയിന്റ് ഇതിന് ടോപ്പ് സെന്ററിനാണ് TC എന്ന് കൊടുത്തേക്കുന്നത്. ടോപ്പ് റൈറ്റ്, അതുപോലെ തന്നെ മിഡിൽ ലെഫ്റ്റ്, മിഡിൽ സെന്റർ, മിഡിൽ റൈറ്റ്, ബോട്ടം ലെഫ്റ്റ്, ബോട്ടം സെന്റർ, ബോട്ടം റൈറ്റ്. ഇത്രയും ഓപ്ഷൻസ് നമ്മൾ ഏത് പോയിന്റ് ആണോ കൊടുക്കുന്നത് ആ പോയിന്റ് ടോപ്പ് ലെഫ്റ്റോ ടോപ്പ് സെന്ററോ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷനിലേക്ക് അത് ചെല്ലും. ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ വന്നേക്കുന്ന എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് ഞാൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ടെക്സ്റ്റ് എന്നതിൽ ടെക്സ്റ്റിൽ മൾട്ടി ലൈൻ ടെക്സ്റ്റ് എന്താണ് എന്ന് നോക്കാം. മൾട്ടി ലൈൻ ടെക്സ്റ്റിന് എനിക്ക് ഒരു വിൻഡോ ആണ് കാണിച്ചു കൊടുക്കുന്നത്. ആ വിൻഡോയ്ക്കുള്ളിൽ നമുക്ക് എഴുതാം. അതിന്റെ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഒരു വിൻഡോ ഇവിടെയുണ്ട്. ഈ വിൻഡോയിൽ നിന്നും നമുക്ക് ഇവിടെ സ്റ്റൈൽസ് ചേഞ്ച് ചെയ്യാം. സ്റ്റാൻഡേർഡ് സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റൈലിലേക്ക് ചേഞ്ച് ചെയ്തിടാം. അതിനുശേഷം ഇവിടെ ഫോണ്ട് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. അതിന്റെ ഹൈറ്റ്, അതുപോലെ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, അൺഡു, അതുപോലെ തന്നെ കളർ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കളറാണ് വേണ്ടത്, റെഡ് കളറാണ് ഇട്ടേക്കുന്നതെങ്കിൽ ഞാൻ ഇനി എഴുതുന്നത് ഇവിടെ ബാക്കിൽ ശ്രദ്ധിക്കുക, ഞാനിവിടെ CAD എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് റെഡ് കളറിലാണ് വന്നത്. അതുപോലെ തന്നെ ഇത് റോളറാണ്. റോളർ എന്നുള്ളത് ആ മേലെ കാണുന്ന ഈ ഒരു ടാബാണ്. അത് വേണമെങ്കിൽ ഓൺ ഓഫ് ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ അലൈൻമെന്റ്, ഇവിടെ ഞാൻ CAD എന്ന് എഴുതി, ഇനി ഇവിടെ ഇങ്ങനെ ഓട്ടോ എന്നും കൂടി എഴുതുകയാണെങ്കിൽ ഇതെല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആണ്. സെൻട്രൽ അലൈൻഡ് ആക്കാം. അതുപോലെ തന്നെ റൈറ്റ് അലൈൻഡ്, ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ടോപ്പ് അലൈൻഡ്, മിഡിൽ അലൈൻഡ്, അതുപോലെ തന്നെ ബോട്ടം അലൈൻഡ്, അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ചേഞ്ചസ് വരുത്താം. ഇവിടെ ബുള്ളറ്റ്സ് അഥവാ നമ്പറിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇവിടെ സെലക്ട് ചെയ്തതിനു ശേഷം ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ 1 എന്ന് വരും. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2, 3 അങ്ങനെ ഓരോ എൻ്ററിനും 2, 3 അങ്ങനെയുള്ളത് വരും. അതുപോലെ തന്നെ ബുള്ളറ്റ്സ് എന്നുള്ളത് ഇടുകയാണെങ്കിൽ ഓരോ എണ്ണം നമുക്ക് ബുള്ളറ്റ്സ് കിട്ടും. ഇവിടെ AB എന്നിടുകയാണെങ്കിൽ AB എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഒരു ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഇൻസേർട്ട് ഫീൽഡ് എന്ന ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസേർട്ട് ഫീൽഡ്, ഏതെങ്കിലും ഒരു ഫീൽഡ്, ഇതിൽ ഫീൽഡ് കാറ്റഗറി ഉണ്ട്. ഞാനിവിടെ ഡേറ്റ് ആൻഡ് ടൈം എന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറെ ഡേറ്റ്സ് ഇവിടെ കാണാം. ഇതെല്ലാം സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡേറ്റ്സ് ആണ്, അഥവാ ഈ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴാണ് ഈ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയുള്ള 816 എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ആ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ഇൻപുട്ട് ആയിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ വാല്യൂ ഇവിടെ ഇൻപുട്ട് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഓവർ ലൈൻ കൊടുക്കാനുണ്ട്, ഏറ്റവും മേലെ ഒരു ലൈൻ കൊടുക്കാൻ. അതുപോലെ ഇവിടെ സിമ്പിൾസ് ആഡ് ചെയ്യാം. ഏത് സിമ്പിൾ ആണ് വേണ്ടത് ഉണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. ഡയമീറ്റർ എന്നുള്ളതാണ്, ഡയമീറ്റർ ആയിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ഏത് സിമ്പിൾ വേണമെങ്കിലും എടുക്കാം. ഇത് വരുന്നത് ഒബ്ലിക് ആംഗിൾ ആണ്. നമ്മൾ നേരത്തെ സിംഗിൾ ലൈനിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒബ്ലിക് ആംഗിൾ ചേഞ്ച് ചെയ്യാം. വിഡ്ത് ഫാക്ടർ എന്നുള്ളത് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ വിഡ്ത് ഫാക്ടറും ഇവിടെ രണ്ട് ലെറ്റർ തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടി ലൈൻ ടെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ആ മൾട്ടി ലൈൻ ടെക്സ്റ്റ് കിടക്കുന്നത് ടെക്സ്റ്റിൽ മൾട്ടി ലൈൻ ടെക്സ്റ്റ് ആണ്. മൾട്ടി ലൈൻ ടെക്സ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം ഒറ്റ ഒബ്ജക്റ്റ് ആയിരിക്കും, സിംഗിൾ ഒബ്ജക്റ്റ് ആയിരിക്കും. നേരെ മറിച്ച് സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ആണെങ്കിൽ അതെല്ലാം ഓരോ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും. നമുക്കത് പ്ലേസ് ചെയ്യാം. ഓക്കെ എന്ന് പറഞ്ഞാൽ പ്ലേസ് ചെയ്യാം. ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റി. MT എന്നതാണ് ഷോർട്ട് കീ.